കാഴ്ചയ്ക്ക് അതിമനോഹരമാണ് കണ്ണൂർ ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ 12ാം ചാൽ പക്ഷി സങ്കേതം. ഓരോ മഴക്കാലം തീരുമ്പോഴും ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ഭീഷണിയാവുകയാണ് ഒഴുകിവന്നടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇത്തവണ പ്രധാന ചാലിലെ ഒഴുക്ക് തടയുന്ന വിധത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിറഞ്ഞുകിടക്കുകയാണ്. പ്ലാസ്റ്റിക്കിനു പുറമെ തെർമോകോൾ, ഹീറ്റ് ലോൺ, സൺപാക്ക്, റെക്സിൻ, ടയർ, കിടക്ക, തലയണ, വീട്ടുപകരണങ്ങൾ എന്നിവയൊക്കെ മാലിന്യ കൂമ്പാരത്തിലുണ്ട്. ആലക്കോട്, കാർത്തികപുരം പുഴകളുടെ കൈവഴികളിൽ നിന്നൊഴുകിയെത്തുന്നവയാണിവ. വർക്ക്ഷോപ്പുകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യവും ഒഴുകാതെ കെട്ടിനിൽക്കുന്നു. ഈറ്റ തഴച്ചു വളർന്നിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ചെടികളൊന്നും വളരുന്നില്ല. മഴക്കാടിനോട് സമാനമാണ് 12ാം ചാൽ തുരുത്ത്. കൂറ്റൻ മരങ്ങളും അപൂർവ ചെടികളും പ്രത്യേകതയാണ്. 100 കണക്കിന് പക്ഷികൾ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷികളുടെ ശബ്ദവും ബഹളവും കൊണ്ട് മുഖരിതമാണ് തീരം. ശാന്തമായി ഒഴുകുന്ന പുഴയും വൻ മരങ്ങളും തുരുത്തുമാണ് പക്ഷി സാന്നിധ്യത്തിന് കാരണം. ഈ പുഴയുടെ തുടക്കം മുതലേ ഉണ്ട് വരുന്ന കാർത്തികപുരം, മണക്കടവ്, ഈ ഭാഗങ്ങളിൽ നിന്നും കുട്ടാവറമ്പ്, ദേറോ, ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ആയിട്ടാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക്കും പഴയ തുണികളും എല്ലാം പുഴയിലേക്കാണ് എറിയുന്നത്. പുഴയിലെ വെള്ളം മാലിന്യമാകുന്നുണ്ട്. നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു പണ്ട്, ഇപ്പോൾ അങ്ങനെയില്ല, അങ്ങനെ മലിനമാകുന്നുണ്ട്. പുഴയിൽ മീനുകൾ ധാരാളമുണ്ട്. വരാൽ, മുഷി, ആരൽ എന്നിവയും 12ാം ചാലിൽ കൂടുതലായി കാണപ്പെടുന്നു. ഉടുമ്പ്, വെരുക്, കുറുനരി, ആമ, പലതരം വവ്വാലുകൾ തുടങ്ങിയവയ്ക്കും പ്രിയപ്പെട്ടിടമാണിത്. വർഷങ്ങളായി പ്ലാസ്റ്റിക് മാലിന്യം വന്നടിഞ്ഞതോടെ 12ാം ചാലിന്റെ നിലനിൽപ്പ് ഭീഷണിയിലായിട്ടുണ്ട്. ന്യൂസ് 18 ആലക്കോട്.